ഇപ്പോൾ നമ്മൾ മമ്മൂട്ടി, മോഹൻലാൽ, കുറച്ചു കാലം സുരേഷ് ഗോപി, ഇപ്പോൾ ഏകലവ്യൻ, കമ്മീഷൻ തുടങ്ങിയ പടങ്ങളൊക്കെ വന്ന കാലത്ത് സുരേഷ് ഗോപിക്ക് മനസ്സിലായി, ഒന്ന് തോന്നി ഞാനും ഒരു സൂപ്പറാണ്. അങ്ങനെ 3 സൂപ്പർ സ്റ്റാർസ് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ സുരേഷ് ഗോപി പിൻവാങ്ങുകയല്ല, പിന്തള്ളപ്പെട്ടു. അവർ രണ്ടും സൂപ്പർ സ്ഥാനത്ത് നിലകൊണ്ടു. ഞാൻ ചോദിക്കുന്നത്, ഏറ്റവും അധികം അംഗീകാരമുള്ള ഈ താരങ്ങളെക്കുറിച്ച് ഏതെങ്കിലും നടി പരാതി പറയുന്നുണ്ടോ? ഗണേഷ് കുമാർ നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഗണേഷ് കുമാറിനെ എല്ലാവർക്കും അറിയാം. ഗണേഷ് കുമാറിനെ കുറിച്ച് വളരെയധികം ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് ഏതെങ്കിലും ഒരു നടി വന്ന് ഗണേഷ് കുമാറിനെ കുറിച്ച് പരാതി പറയുന്നുണ്ടോ? എന്തുകൊണ്ടില്ല? ഇതെല്ലാം നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഒരിക്കലും പീഡനത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, തെറ്റാണ്. സിദ്ദിഖ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. മുകേഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്, 100% തെറ്റാണ്. അവരെ രക്ഷിക്കാമെന്നല്ല ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ കുറേ ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞ പരാതിയുടെ പേരിൽ മലയാള സിനിമയെ ഒന്നടങ്കം നശിപ്പിക്കാൻ ശ്രമിക്കരുത്. അത് മലയാള സിനിമയല്ല, മലയാള സിനിമയുടെ ക്രോസ് സെക്ഷൻ അല്ല. ഞാൻ പറയുമായിരുന്നു, ഏതെങ്കിലും ഒരു നടി ഇപ്പം തന്നെ WCC ഒരു കാര്യം മനസ്സിലാക്കുക, WCC രൂപവത്കരിച്ച അതിൻ്റെ നേതാക്കളെ മുഴുവൻ ഞാൻ അഭിനന്ദിക്കുന്നു. WCC ഞാൻ സപ്പോർട്ട് അന്ന് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിട്ടാണ്. WCC രൂപീകരിക്കപ്പെട്ടപ്പോൾ ഞാൻ അന്ന് പോസ്റ്റിട്ടാണ് അതിനെ അഭിനന്ദിച്ചുകൊണ്ട്. അതുപോലെ ആദ്യമായിട്ടാണ് കേരള ഗവൺമെൻറ്റാണ്, ഈ കേരള ഗവൺമെൻറ്, അതായത് മുഖ്യമന്ത്രി പിണറായിയും കഴിഞ്ഞ പ്രാവശ്യത്തെ സാംസ്കാരിക മന്ത്രി AK ബാലനുമാണ് ഈ WCCയുടെ വാദങ്ങൾ കേൾക്കുകയും ഒരു കമ്മീഷൻ ഏർപ്പാടുകയും ചെയ്തത്. അത് മനസ്സിലാക്കുക. ഹേമ കമ്മീഷൻ നിശ്ചയിച്ചത് ആ ഗവൺമെൻറ്റാണ്. മുഖ്യമന്ത്രി ആദരണീയനായ പിണറായിയും സാംസ്കാരിക മന്ത്രി AK ബാലനുമാണ്. അപ്പോൾ അതിന് നമ്മൾ അഭിനന്ദിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ നടികൾക്ക് വേണ്ടി ഒരു കമ്മീഷൻ വെച്ചത് കേരള ഗവൺമെൻറ്റാണ്. അത് നമ്മൾ അഭിനന്ദിക്കണം. മുഖ്യമന്ത്രി അഭിനന്ദിക്കണം, അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അഭിനന്ദിക്കണം. പിന്നെ ആ റിപ്പോർട്ട് വന്ന് 4.5 വർഷം എന്തുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തെടുത്തില്ല എന്ന് ചോദിച്ചാൽ അത് അവരെ ഉത്തരം പറയേണ്ടത്. പുറത്തെടുക്കേണ്ടതായിരുന്നു, വൈകിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. 4.5 വർഷം അത് പുറത്തെടുക്കാതെ വെച്ചത് തെറ്റാണ്. അത് ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള അവർക്കറിയാം, എനിക്കറിയില്ല. ഇപ്പോഴത്തെ എൻ്റെ അഭിപ്രായം, അതിലെ കമ്മീഷൻ എന്ത് പറഞ്ഞത് പൂർണ്ണമായും പുറത്തു കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഇല്ല. പക്ഷേ അങ്ങനെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു തസ്തികയുണ്ട്. അങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ എന്ന് പറയുന്ന ഒരു ടെക്നീഷ്യനായിട്ട് അയക്കും മാക്സിൽ അംഗമാകാം. ഈ ജൂനിയർ ആർട്ടിസ്റ്റ് പണ്ട് എക്സ്ട്രാ എന്നാണ് പറഞ്ഞിരുന്നത്, അറിയാം? എക്സ്ട്രാ നടി എന്നാണ് പറഞ്ഞിരുന്നത്. എക്സ്ട്രാ നടി എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ഞാൻ സിനിമയിൽ ചേരുമ്പോൾ എക്സ്ട്രാ എന്നാണ് പറഞ്ഞത്. എക്സ്ട്രാ വന്നിട്ടുണ്ടോ ചോദിക്കുന്നത്. പിന്നീട് അവർ പരാതി പറഞ്ഞാണ് ജൂനിയർ ആർട്ടിസ്റ്റ് മാറ്റിയത്.